ചില്ലി ജാസ്മിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാനുള്ള വഴുതനങ്ങ കൊണ്ടൊരു കറി വെക്കാൻ പോവാണേ. അപ്പോൾ ഈ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ നമ്മുടെ ടെറസ് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിത് വിളവെടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ ചില്ലി ജാസ്മിൻ വ്ളോഗ്സിലൊരു കറി വെച്ച് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇത് ഉപയോഗിച്ച് ഒരു സിമ്പിൾ കറിയാണ് വെക്കുന്നത്. ഈ വഴുതനങ്ങ ഉപയോഗിച്ച് മറ്റേതെങ്കിലുമൊക്കെ കറികൾ വെക്കുന്നവരാണെങ്കിൽ അതിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ അതിൻ്റെ പേര് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിത് അരിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇത് ചെറിയ നീളത്തിൽ ഇത് വെള്ളം എടുത്തിരിക്കുവാണേ. വെള്ളത്തിനകത്തോട്ട് മുറിച്ചിടും. കാരണം വഴുതനങ്ങയ്ക്കൊരു കറയുള്ള ഒരു ചെടിയാണേ. അതുകൊണ്ട് ഞാനിതിങ്ങനെ വെള്ളത്തിലേക്ക് മുറിച്ച് ഇടുക. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര 4ഉം 2ഉം 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്ത് അരിഞ്ഞിടാം. അപ്പം ഞാനിത് അരിഞ്ഞിട്ട് കാണിക്കാവേ. ഇതെങ്ങനെയാണ് അരിയുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ഇതുപോലത്തെ ഓരോ പീസും എടുത്തിട്ട് ചെറുതായിട്ട് ഇതിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ അരിയുവാണെങ്കിൽ കണ്ടോ, ഇതിൻ്റെ കനം കണ്ടോ, ഇതേപോലെ അരിഞ്ഞാലാണ് തോരൻ നല്ലതായിട്ട് കിട്ടുന്നത്. ഇതുപോലത്തെ വഴുതനയ്ക്കൊക്കെ ഇത് ഞാനിപ്പം വെള്ളത്തിലോട്ട് അരിഞ്ഞിടുന്നത്. കാരണം കറയുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയാണ്. നമ്മളിതുപോലെ മുറിച്ചിട്ടാൽ തന്നെ കറയുടെ അളവ് കുറഞ്ഞു കിട്ടും. പക്ഷേ നമ്മൾ അരിയുന്നതും കൂടെ വെള്ളത്തിലേക്കാണെങ്കിൽ അത്രയും കൂടെ നല്ലതാണ്. അപ്പോൾ അരിഞ്ഞ് തീരുന്നിടം വരെ ഇതിന് കറയുണ്ടെങ്കിൽ ഉള്ളത് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോക്കോളും. അപ്പം നമുക്കിത് ഇതേപോലെ കണ്ടോ കുഞ്ഞു പീസുകളാക്കി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടണം. ഇപ്പോൾ തോരൻ വെക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. മുറുക്കി പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് വേണം എടുക്കാൻ. അതേസമയം ഇപ്പം കറിയൊക്കെ വെക്കാനാണെങ്കിൽ, തീയൽ വെക്കാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെയും നമുക്ക് കറികൾ വെക്കാം. അതിനാണെങ്കിൽ പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത് എല്ലാം വെള്ളത്തിലേക്ക് അരിഞ്ഞിടുവാണേ. മുഴുവൻ പീസും വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പം നമ്മളിതേ വഴുതനങ്ങ മുഴുവനും ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിട്ടത് കൊണ്ട് എങ്ങാനും മുറിയാത്തത് അല്ലെ അരിയാത്ത പീസ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കഴുകുമ്പം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്തെ വെള്ളത്തിലോട്ട് നമ്മൾ നോക്കിയാൽ അറിയാം. കണ്ടോ, ഒരു ചെറിയ ബ്രൗൺ കളറിലേക്ക് ഇതിൻ്റെ കറ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അരിഞ്ഞതെല്ലാം ഈ കിഴുത്തയുള്ള അരിപ്പ പാത്രത്തിലേക്ക് വാരിയെടുക്കും. എന്നിട്ട് വീണ്ടും ഇതേ വെള്ളത്തിനകത്തിട്ട് കഴുകും. അങ്ങനെ ഒരു 2, 3, 4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലത്തെ കറയാണ് നമ്മൾ കഴുകിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒരു 3, 4 പ്രാവശ്യം ഞാൻ ഈ അരിപ്പയ്ക്കകത്തോട്ട് വാരിയെടുത്തിട്ടുണ്ട്. കണ്ടോ, അത് നമുക്ക് വീണ്ടും കഴുകിയെടുക്കണം. നമ്മളിതേ ഇതേപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു 3, 4 പ്രാവശ്യം. ഇനി നമ്മളിത് ഇതേപോലെ മുറുക്കി പിഴിയണം. കണ്ടോ, ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടോ. ഈ പിഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. തോരൻ വെക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഈ അടുപ്പയിലോട്ട് വെക്കുവാണേ. തീ കത്തിച്ചിട്ടില്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിനാവശ്യമായ പച്ചമുളകൊന്ന് അരിഞ്ഞ് വെക്കുക. ഇപ്പോൾ ഇവിടെ ഇത് ഇത്രയും സാധനമുണ്ട്. ഇത് തോരൻ വെച്ച് വരുമ്പോൾ പകുതിയായിട്ട് കുറയും. അപ്പോൾ ആ കണക്ക് കണ്ട് നമ്മൾ പച്ചമുളക് അരിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ ഇതൊരു 2, 4, 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 4, 5 എണ്ണം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, ഇങ്ങനെ ഒരു മുളക് എടുത്തിട്ട് നടുക്കെ മുറിച്ചിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു 3, 4 മുളക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ തോരൻ വയ്ക്കാനുള്ള സാധനങ്ങൾ, ഞാനിന്ന് വഴുതന വെച്ച് തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, തേങ്ങയുണ്ട്. ഇത്രയും സാധനം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാം. കത്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ അത്രയും, അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഒന്നിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ എണ്ണ ചൂടാകട്ടെ നന്നായിട്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഒന്ന് പിഴിഞ്ഞെടുത്ത് വെക്കാവേ. നല്ല മുറുക്കി പിഴിയണം. പറ്റുന്നത്ര, എത്ര നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ഇതിനകത്ത് വെള്ളമയൊക്കെ കാണും. പറ്റുന്നത്ര പോയി കിട്ടട്ടെ. അപ്പോൾ ഞാൻ നല്ലോണം പിഴിഞ്ഞെടുക്കുവാണേ. നല്ല ബലമുള്ള കൈയുള്ളവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. എൻ്റെ കൈക്ക് അത്ര വലിയ ബലമൊന്നുമില്ല. പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. നമ്മൾ പറയുന്നത് ഇങ്ങനെയല്ലേ, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ആ പറ്റുന്ന പോലെയൊക്കെ ഞാനിത് പിഴിഞ്ഞ് വെക്കാം. എന്നാലും കണ്ടോ, ചെറിയതായിട്ട് വെള്ളമുണ്ട് ഇതിനകത്ത്. ഇത്രയും നേരം ഇതിനകത്തിരുന്ന് വാർന്നു പോയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകളാണെങ്കിൽ ഇങ്ങനെ വഴുതനങ്ങ
അരിഞ്ഞിടുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ചേർത്ത വെള്ളത്തിനകത്തേക്ക് അരിഞ്ഞു വെക്കും. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ഈ കറിവേപ്പില ഇടുവാണേ. ഈ കറിവേപ്പില നമ്മൾ ടെറസിൽ നിന്ന് കൊണ്ടുവന്ന് അടത്തി വെക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇട്ടു. ആ കറിവേപ്പില ഇട്ട് ഓരോ ശബ്ദം കേൾക്കുന്നുണ്ടോ? കറിവേപ്പിലയ്ക്ക് എപ്പോഴും വെള്ളമയം കാണും. ഏത് ഇലക്കകത്താണെങ്കിലും നന്നായിട്ട് വെള്ളമയം കാണും. അപ്പോൾ ആ വെള്ളമയം ഉള്ളതുകൊണ്ടാണ് ആ പൊട്ടുന്ന പോലത്തെ ശബ്ദം കേൾക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ ഈ പച്ചമുളക്, നമ്മൾ 6 പച്ചമുളക് എടുത്തു വെച്ചു. അതിൽ 5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. പച്ചമുളക് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തേങ്ങ അങ്ങോട്ടിടുവാണേ. ഒരു 2 പിടി തേങ്ങ ഞാൻ ഇടുന്നുണ്ട്. തേങ്ങ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞ പോലെ വരും. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഒരിച്ചിരി നേരം ചൂടാകാനിടുവാണേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും ഉണ്ടോ. എന്നിട്ട് ഈ തേങ്ങയുടെ വെള്ളമയം ഒന്ന് പറ്റി വന്നിട്ട് നമുക്ക് വഴുതന ഇടുന്നതാണ് നല്ലത്. കാരണം വഴുതനങ്ങയ്ക്കകത്ത് നല്ലോണം വെള്ളമയം കാണും. നമ്മൾ എത്ര കളഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്ത് പിന്നെയും വെള്ളമയം കാണും. അപ്പം നമ്മൾ ഈ തേങ്ങയുടെ വെള്ളവും വഴുതനങ്ങയുടെ വെള്ളവും എല്ലാം കൂടെ ആകുമ്പം കണ്ടമാനം വെള്ളമയം വരും. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ തേങ്ങയുടെ വെള്ളം ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പം ഞാനിത് മുഴുവനും ഇടുന്നുണ്ട് ഇതിനകത്തോട്ട്. അപ്പോൾ ഇത്രയൊന്ന് ഇടാം. നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയിട്ട് വെള്ളം വലിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ വഴുതനങ്ങ ചേർത്തത്. കാരണം വഴുതനങ്ങയ്ക്കകത്ത് നല്ലൊരളവ് ജലാംശം കാണും. അപ്പം ഞാൻ ഇതേപോലെ തേങ്ങ ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണേ. അപ്പോൾ തേങ്ങ ഏറ്റവും അടിയിലല്ലേ കിടന്നേ, എല്ലാ ഭാഗത്തും വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോഴും നമ്മൾ ഓർത്തോണം ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുത്താലത്തെ കുഴപ്പം വഴുതനയിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് തോരാത്ത പോലെ, നമ്മളിപ്പോൾ സാധാരണ തോരൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ കുഴഞ്ഞല്ല തോരൻ വരേണ്ടത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് തീ കുറച്ച് ഇവിടെ ഇട്ടേക്കാം. നിരത്തി നമ്മൾ ഇട്ടിരിക്കുവാണേ. അപ്പം നമ്മളിങ്ങനെ ഇടുവാണെങ്കിൽ കൂട്ടിയാണ് വെക്കുന്നതെങ്കിൽ ഇതിനകത്തുനിന്ന് വെള്ളം വരും. അപ്പം ഞാൻ ഇതുപോലെ ഇടുക. ഇച്ചിരി നേരം കഴിയുമ്പോൾ ബാക്കി ഇളക്കാം. ഇതേപോലെ വഴുതനങ്ങ തോരൻ വെച്ച് കൂട്ടാൻ ഇഷ്ടമുള്ളവരാരൊക്കെയുണ്ട്? പൊതുവേ എന്ന് പറയുന്നത് വഴുതനങ്ങ ആളുകൾക്ക് തോരൻ വെച്ച് കൂട്ടാൻ ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വഴുതനങ്ങ തോരൻ വെക്കുന്നത് സാധാരണ തോരൻ വെക്കുന്നത് പോലെ തട്ടിപ്പൊത്തിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒട്ടും ഇത് നിരന്ന് കിടക്കത്തില്ല കേട്ടോ. നമ്മുടെ ബീൻസ് തോരൻ പോലെയൊന്നും വരത്തില്ല. അപ്പോഴാണ് ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത കുഴഞ്ഞിരിക്കും. അതിന് നമ്മളെപ്പോഴും ഈ വലിപ്പമല്ല, കുറച്ചും കൂടെ വലിപ്പമുള്ള ചീനച്ചട്ടിയിൽ തന്നെ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഞാനിത് അളവ് കുറഞ്ഞ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചെറിയ പാത്രം എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വഴുതനങ്ങ ഇതുവരെ കുഴഞ്ഞൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അപ്പം നമ്മൾ ഓർത്തോണം ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ചേർക്കാവുള്ളൂ. ഉപ്പ് നേരത്തെ ചേർക്കുമ്പോഴാണ് ഈ തോരൻ പെട്ടെന്ന് ഒരു കുഴഞ്ഞ പരുവത്തിലേക്ക് വരാനുള്ള സാധ്യത. ഇനി നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുവാണേ. ഇത്രയും ചൂടായി കഴിഞ്ഞപ്പോൾ ഇത് 1/2 ടീസ്പൂണ് ഉപ്പുണ്ടേ. അപ്പം നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം മേളിൽ കൂടെ നമ്മൾ ഉപ്പിട്ടിരിക്കുവാണേ. ഇനി നമ്മൾ ഇളക്കി കൊടുക്കുന്നത് പറ്റുമെങ്കിൽ നമ്മളിങ്ങനെ ഇനിയത്തെ ഇളക്കുകളൊക്കെ ഈ തവിയുടെ പുറകു വശം വെച്ച് ഇളക്കുന്നതാണ് നല്ലത്. അതിപ്പം ചീരയുടെ തോരനായാലും പാവയ്ക്കയുടെ തോരനായാലും ഒക്കെ ഇങ്ങനെ അവസാന സമയത്ത് നമ്മൾ ഇതേപോലെ ഈ തവിയുടെ ഈ പുറകു വശം, തവിക്കണ എന്ന് പറയും, അങ്ങനെ ഇളക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ വഴുതനയൊക്കെ പോലെ കുഴയുന്ന സാധനങ്ങളാണെങ്കിൽ നല്ലത്. ഇനി ഇങ്ങനെ ഇത് കിടക്കട്ടെ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇവിടെ വെച്ചിളക്കാതാണ് എപ്പോഴും നിരന്ന് കിട്ടാൻ നല്ലത്. ഞാൻ നോക്കട്ടെ ഉപ്പുണ്ടോന്നേ. നല്ല ആവശ്യത്തിന് ഉപ്പുണ്ട്. നല്ല തോരനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇതിനെ ഒരു ശകലം നേരം കൂടെ കിടന്ന് ചൂടായിക്കോട്ടെ. ഒന്നും കൂടെ ഇളക്കിയിട്ട് വഴുതനയുടെ തോരനെ തീ നിർത്താൻ പോവുകയാണേ.
അപ്പോൾ നമ്മുടെ വഴുതനയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. തീ നിർത്തുക. ഇപ്പം സമയം 12:50. അപ്പോൾ നമുക്കിത് ഇപ്പം ശകലം അയല കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വെട്ടി തന്നെയാണ്, വൃത്തിയാക്കി തന്നെയാണ് മേടിക്കുന്നത്. എന്നിട്ട് ഞാൻ മുറിച്ച് പീസാക്കി എടുത്തതാണ്. 12:30 കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ സാധനം എൻ്റെ അടുത്ത് കിട്ടിയപ്പം. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തു. അതുപോലെ വെക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. പിന്നെ നമുക്കിത് ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാവേ. ഇനി നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു മീനിൻ്റെ കറി വയ്ക്കുന്നത് നോക്കാം. ചട്ടി വെച്ചു, നമ്മൾ തീ കത്തിക്കുക. കണ്ടോ, തീ കത്തിയിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാകട്ടെ. ഈ മൺചട്ടി ആകുമ്പോൾ നമ്മൾ കഴുകി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമയം കാണുമേ. നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിനകത്ത് വെള്ളമയമൊക്കെ മാറി ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, വെള്ളമയമൊക്കെ പോയി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടുവാണേ. കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ഇടുന്നത്. കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഈ മൺചട്ടി ആയതുകൊണ്ട് ചൂടായി വരാൻ ഇച്ചിരി താമസം വരും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ ഇത് വെക്കുന്നില്ലെന്ന് വിചാരിച്ചതാണ്. എന്നാലും പിന്നെ ഇപ്പോൾ 12:45 ആയുള്ളൂ. ഒരു 1:15 ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതായി കിട്ടും. ഇത് ഒരു ചുള വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണവും കൂടെ വെറുതെ ഞാൻ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് ചതച്ചെടുത്തതാണ്. അരിഞ്ഞെടുക്കാനെന്നുള്ള സമയം ഇപ്പോഴില്ല, നമുക്കറിയാലോ. 12:45 ഒരു 1-1:15 എങ്കിലും ആകുമ്പോഴത്തേക്കിനും നമുക്ക് ചോറുണ്ടേ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇതൊന്ന് ചെറിയ ഒരു കളർ മാറ്റം വരുന്നിടം വരെ നമുക്കിതിനെ ചൂടാക്കണം. അപ്പോൾ ഞാൻ തീ കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചൂടായി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ്, അല്ലാതെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞൊന്നും വെക്കാനുള്ള സമയം നമുക്ക് ഇതുപോലെ ലേറ്റായിട്ട് നമുക്ക് മീനൊക്കെ കിട്ടുന്ന അവസരത്തിൽ സമയം കിട്ടത്തില്ല. പക്ഷേ അത് ഇപ്പോൾ ചില ആളുകൾക്കാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് തന്നെ കൂട്ടി കഴിക്കണം എന്നൊക്കെയുള്ള നിർബന്ധങ്ങളൊക്കെ കാണും. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, അതുപോലെ നമ്മളിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരുന്ന സമയമാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് കറി വെക്കണമെങ്കിൽ ഇതുപോലെ മതി. അല്ലാതെ കൃത്യമായി അരിഞ്ഞ് ഓരോന്നും വഴറ്റി അങ്ങനെയൊന്നും വേണ്ട കാര്യമില്ല. നമുക്ക് നല്ല രുചികരമായ മീൻകറി തന്നെ കൂട്ടാം. അപ്പം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കുവാണേ. ചെറുതായിട്ടൊരു കളർ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം 1/2 കിലോ മീനും 1 കിലോ മീനും ഒന്നും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെച്ചേക്കാനുള്ളത്ര മീൻ കറിയൊന്നും കിട്ടത്തില്ല. അപ്പം ഇതൊരു ചെറുതായിട്ടൊരു കളർ മാറ്റമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മീനെന്ന് പറയുന്നുണ്ടല്ലോ 700 ഗ്രാം മീൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അവർ വെട്ടി വൃത്തിയാക്കിയൊക്കെ തരുമ്പോൾ ഇതൊരു 1/2 കിലോ മീനേ കാണുകയുള്ളൂ. അപ്പം ഞാൻ ഈ 1/2 കിലോ മീൻ കൊണ്ടുവന്നത് മുറിച്ചെടുത്തിട്ട് ഒരു 2-3 തവണ വെറുതെ വെള്ളത്തിനകത്ത് കഴുകിയെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പും ഒരിച്ചിര, അല്ലാതെ 1 ടീസ്പൂൺ തന്നെ എന്ന് വിചാരിച്ചു, അത്രയും തന്നെ വിനാഗിരിയും കൂടെ വെള്ളത്തിനകത്ത് ഒഴിച്ച് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചൂടായിട്ടുണ്ട്. ഞാൻ തീ കുറച്ചിടുവാണ്. തീ നിർത്തി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് നിർത്തി വെച്ചേക്കാം. വെച്ചതിന് ശേഷം ഇത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയാണ്, അത് ഞാൻ അങ്ങോട്ട് ഇട്ടു. ഇത് 2 ടേബിൾ സ്പൂൺ സാധാരണ വറ്റൽമുളകിൻ്റെ പൊടിയുണ്ട്, അതിട്ടു. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ്, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുളകിൻ്റെ ഞാൻ മല്ലിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് വെക്കുന്ന മീൻകറിക്കാണെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടി കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ തീ നിർത്തിയിട്ടിരിക്കുവാണേ. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഈ മുളകിൻ്റെ ആ പച്ചമണമൊക്കെ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് അത്രയും മതി, നമുക്ക് തീയുടെ ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് തീ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ കുറഞ്ഞ തീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുളകിൻ്റെ കളറൊക്കെ മാറി, മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്, നമുക്കറിയാം. കണ്ടോ, ഇതിൻ്റെ ഒരു കളറിന് തന്നെ, മുളകിൻ്റെ കളറിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 1 കുടം പുളി, അത് വലിയൊരു പുളിയൊന്നുമല്ല, ചെറിയ പുളിയുടെ പീസാക്കി ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ഒരു പുളിയാണ് ഇതുള്ളത്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. കണ്ടോ, എന്നിട്ട് നമുക്ക് തീ കൂട്ടി കൊടുക്കാവേ. ഈ പുളി ഇട്ടു. പുളി ചതച്ചതൊന്നുമല്ല, വെറുതെ പുളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ല നാടൻ പുളിയാണ് മേടിക്കുന്നതെങ്കിൽ ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചതച്ചാൽ പിന്നെ പെട്ടെന്ന് പുളി ഇറങ്ങി കിട്ടും.
അതുപോലെ ഇടുന്ന പുളിയുടെ അളവിന് കുറവും കിട്ടും ചതച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ. അപ്പം ഞാൻ ആ പുളി ഇതിനകത്തേക്ക് ചേർത്തു. അതുപോലെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ചേർക്കുന്നതെന്ന് പറയുന്നത് ഇത് 1 ടീസ്പൂൺ. അപ്പം ഞാനൊരു ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുവാണ്. കുറച്ച് വെള്ളം കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിതെല്ലാം കൂടെ ചേർത്തപ്പോഴത്തേക്കിന് ഒരു 1.5 കപ്പ് വെള്ളം കാണും ഇതിനകത്ത്. അത്രയും വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു സാധനം ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ വറ്റൽമുളകിൻ്റെ പൊടി, അതുപോലെ കാശ്മീരി ചില്ലിയുടെ പൊടി, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞളും ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് വെക്കുന്നതാണേ. തുറക്കട്ടെ. നല്ല ടൈറ്റായിട്ട് അടച്ച് തന്നെ ഇരിക്കുന്നു. ഒത്തിരി ഉലുവ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉലുവ കേടായി പോകാറുണ്ട്. ഇത് കുറച്ച് ഉലുവയാണ്. നമുക്കിപ്പോൾ അച്ചാറുകൾക്ക് ചേർക്കാനും നമ്മളിപ്പോൾ സാധാരണ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഒരു 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമ്മളങ്ങ് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ കറി ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കറി കേട്ടോ. നമ്മൾ മസാലയെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനത്തെ കറി വയ്ക്കുമ്പോൾ മീനിനെ ഇടാൻ. അപ്പോൾ നമ്മുടെ കറി നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിപ്പം ഇങ്ങനെ വെക്കുന്ന കറി എന്ന് പറഞ്ഞാൽ കണ്ടമാനം അങ്ങോട്ട് വെള്ളം പോലത്തെ കറി, ചാറ് പോലെയൊന്നും കാണത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഈ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇട്ടിട്ട് നമുക്ക് നോക്കണം ഇനി വെള്ളം ചേർക്കണോ വേണ്ടയോ എന്ന്. ഇങ്ങനെ ഇട്ടപ്പോൾ കണ്ടോ, ഇപ്പം കറക്റ്റ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന പോലെയാണ് ഈ മീൻ കഷ്ണങ്ങൾ ഇതിനകത്തിരിക്കുന്നത്. ഇത്രയും വെള്ളം മതി. ഇനി വേണമെങ്കിൽ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ വേണേൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. ചാറ് കൂടുതൽ വേണ്ടവർ മാത്രം അങ്ങനെ വെള്ളം ചേർത്താൽ മതി. ഇതിപ്പം മീൻ കഷ്ണങ്ങൾ ജസ്റ്റ് വെള്ളത്തിന് മുകളിൽ വരുന്ന പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന പോലെയുള്ളൊരു കണക്കിലാണ് നിൽക്കുന്നത്. ഗ്രേവിക്കകത്തേക്ക് മീൻ ഇട്ടിട്ട് തിളപ്പിക്കുമ്പം മീനിനകത്തുനിന്ന് കുറച്ച് വെള്ളം കൂടെ കയറി വരുവേ. അങ്ങനെ വരുമ്പം നല്ല കറക്റ്റായിട്ട് മീനും വെള്ളവും ഒരേ ലെവലിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. ആ കണക്കിന് നിന്നിട്ട് വെള്ളം കുറുകി കിട്ടിയാൽ മതി നമുക്ക് കേട്ടോ. അപ്പം ചട്ടിക്ക് ചെറിയൊരു ചരിവുണ്ടായിരുന്നു. അപ്പം ഞാനിത് ശരിയാക്കിയതാണ്. ഇനി അധികം പ്രാവശ്യം ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവിയിട്ട് കുത്തരുത്, മീൻ പൊടിഞ്ഞു പോകും. ഒന്ന് തിളയ്ക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ മീനിന് വേവ് കയറിക്കഴിയും. ഒരു 10 മിനിറ്റ് കൊണ്ട് കറി നല്ല പാകത്തിന് വെന്ത് കഴിഞ്ഞിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ചാറ് കുറുകാനോ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഒരു മാക്സിമം 20 മിനിറ്റ് മതി മീൻ കറി വെച്ചെടുക്കാൻ. അപ്പം ഞാൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അടപ്പ് പാത്രം വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇതൊന്ന് മൂടി വെക്കാൻ പോവാണേ. അങ്ങനെ മൂടി വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ചേർത്തടച്ച് മൂടി വെക്കരുത്. ചെറിയൊരു സ്പേസ് ഇവിടെ ഇട്ടേക്കണം. കണ്ടോ, ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. ഇത് മീനും കൂടെ കൂട്ടി നല്ലോണം തിളച്ചതിന് ശേഷം ഇതേപോലെ അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, അപ്പം നമ്മൾ വെള്ളം കയറി വന്നിരിക്കുന്നത് കണ്ടോ, ഒരു ശകലം വെള്ളം ഇത് മീനിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി മീൻ നല്ലോണം തിളച്ച് കഴിയുമ്പം നമ്മൾ തീ കുറച്ചിടും. നല്ലോണം തിളച്ച് കഴിയുമ്പം നമുക്ക് തീ കുറച്ചിടാം. അങ്ങനെ തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞാൽ മീൻ കറി ആകാനായിട്ട്. അപ്പം ഞാനിത് അടച്ചു വെക്കുവാണ്. കുറച്ച് ഭാഗത്ത് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തീയും കുറച്ചിടുക. അപ്പോൾ നമ്മുടെ സമയം കണ്ടോ, 1:15 ആകാൻ ഇനിയും 1-2 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ കറി പാകമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ഇടുവാണേ. കറിവേപ്പിലയ്ക്ക് നമ്മൾ പഞ്ഞമൊന്നും പിടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അതിപ്പോൾ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി മുളക് എരിവ് കുറവ് വേണ്ടവർക്കാണെങ്കിൽ നമുക്ക് 2 സ്പൂണ് മുളക് പൊടി എടുത്തത് ഒരു 1.5 ആക്കി കുറച്ചോ. ഇത് നല്ല പാകത്തിനുള്ളതാണ്. ഇത്രയും എരിവും പുളിയൊക്കെ വേണം മീൻ കറി വെക്കാൻ. അപ്പോൾ നമുക്ക് മീൻ വിളമ്പി ഒരു പാത്രത്തിനകത്തേക്ക് വയ്ക്കാവേ. ഞാൻ തീ നിർത്തുവാണേ. ഇളകാതെ മീൻ പൊടിയാതെ വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം എടുത്തു. അതുപോലെ ഒരു പീസും കൂടി എടുക്കുവാണേ.
നമ്മൾ ഉപ്പും പുളിയൊക്കെ നമ്മൾ നോക്കിക്കോണം ഈ അവസരത്തിൽ. ഇതിപ്പോൾ പാകമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇനി ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഇത് ഇത്രയും മീനെടുത്തു. ഇനി നമുക്ക് ചോറുണ്ണാനായതുകൊണ്ട് ചോറുണ്ണാനോ കപ്പ വേവിച്ചത് കഴിക്കാനോ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ചാറും കൂടി ഇതിനകത്തുനിന്ന് എടുത്തോണേ. എന്നിട്ട് നമുക്ക് ശിവൻകുട്ടിയെ കൊണ്ട് ടേസ്റ്റ് നോക്കിപ്പിക്കാം. അത് ഈ തവി തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഞാൻ മേശപ്പുറത്ത് കൊണ്ട് വെക്കട്ടെ, കാണിക്കാവേ. അപ്പോൾ നമ്മൾ 12:45 പാചകം ചെയ്യാൻ തുടങ്ങിയ മീൻകറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറുണ്ണാം. അപ്പോൾ ശിവൻ ചോറെടുത്തോ? രണ്ടുപേരും ചോറെടുത്തു. അപ്പം ഈ നമ്മൾ വെച്ചിരിക്കുന്ന വഴുതനങ്ങ തോരനും ഉണ്ട്, മീൻകറിയുണ്ട്. ശിവ, നീ ഏതാണ് ആദ്യം എടുക്കുന്നത്? മീൻകറി. അപ്പോൾ നീ മീൻകറി എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയണേ. വഴുതനങ്ങ തോരൻ നമ്മുടെ വഴുതനങ്ങ തോരനാണ്. എങ്ങനെയുണ്ട്? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു വെക്കുന്ന വഴുതനങ്ങ കറി വെച്ച് വെക്കുമ്പം കറി വെക്കുന്നതിനേക്കാളും ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് കൂട്ടി നോക്കുമ്പോൾ അറിയാം. ഉണ്ടോ? നല്ലതാണോ? ഈ വഴുതനങ്ങയൊന്നും കടയിലൊന്നും കിട്ടുകയില്ല. കിട്ടുമോ തോരൻ? കടയിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, വഴുതനങ്ങ മേടിക്കാൻ കിട്ടുമല്ലോ. വഴുതനങ്ങ കിട്ടും. ഈ തോരൻ കറി നന്നായിട്ടുണ്ട്. ശിവൻ നോക്കിയിട്ട് പറഞ്ഞേ, നോക്കട്ടെ. മീൻകറി ഇങ്ങനെ പറ. അടിപൊളി. ശിവൻ മീനായ കാരണം ഇച്ചിരി പൊളി ഇച്ചിരി കൂടുതലായിരിക്കും. കണ്ടോ? എൻ്റെ ഭാഗത്ത് തെറ്റില്ല. അതെ അതെ. അപ്പം ഞങ്ങൾ ചോറുണ്ണട്ടെ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും